ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ഡാവിഞ്ചി റിസോൾവിലോ ഇനിയിപ്പോൾ വേഡിലോ എന്തെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ടെക്സ്റ്റുകൾ വേറെ സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നേരെ എവിടെയാണോ ടെക്സ്റ്റ് ഉള്ളത്, ഞാനിവിടെ ഒരു 4 ടെക്സ്റ്റ് എക്സാമ്പിളിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണോ ടെക്സ്റ്റ് വേണ്ടത് നമ്മൾ അവിടെ ചെന്ന് അതിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, Ctrl+C അടിച്ചും കോപ്പി ചെയ്യാം. ഈ കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ എവിടെയാണോ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ വന്ന് നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ഞാനിവിടെ ഒരു ഡ്രാഗ് ചെയ്തൊരു ബോക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ Ctrl+V അടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ആവുന്നത് എന്താണ്? നമ്മളിപ്പോൾ അവിടെ നിന്ന് കോപ്പി എടുത്ത സാധനമാണ് പേസ്റ്റ് ആവുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ ഓൾറെഡി ഞാൻ ഇതൊന്ന് കോപ്പി എടുക്കുവാണ്. Ctrl+C അടിക്കുന്നു, അത് കോപ്പി എടുത്തു. ഇനി ഞാനിവിടെ എൻ്റെ ചാനലിൽ വന്നിട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി എടുക്കുവാണ്. ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ സാധനങ്ങളായിരിക്കും കോപ്പി ചെയ്യാനുള്ളത്. Ctrl+C അടിക്കുന്നു. ഇപ്പം ഞാൻ ടോട്ടലി 2 ഐറ്റംസ് കോപ്പി ചെയ്തു തന്നല്ലോ. ഇവിടെ നിന്ന് ഈ ഒരു ടെക്സ്റ്റ് പിക്സൽ മലയാളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റും കോപ്പി ചെയ്തു, ഇവിടെ നിന്ന് ഇതും കോപ്പി ചെയ്തു. ഇനി നമ്മൾ നേരെ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ Ctrl+V അടിച്ചാൽ ഏതായിരിക്കും പേസ്റ്റ് ആവാൻ പോകുന്നത്? ലാസ്റ്റ് ഏതാണോ നമ്മൾ കോപ്പി ചെയ്തത് അതായിരിക്കും ഇവിടെ പേസ്റ്റ് ആവാൻ പോകുന്നത്. അല്ലാതെ തൊട്ട് മുമ്പ് നമ്മൾ ഏതെങ്കിലും കോപ്പി ചെയ്തു എന്ന് വെച്ച് അതിവിടെ നമുക്ക് പേസ്റ്റ് ആക്കാൻ പറ്റില്ല. അത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഇനി ഒന്നുകൂടി അത് പോയി കോപ്പി ചെയ്തുകൊണ്ട് വരണം. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് കോപ്പി ചെയ്ത് വെച്ചിട്ട് അതിന് ഇവിടെ കൊണ്ടുവന്ന് ഒറ്റ സ്ക്രീനിൽ ഏതാണോ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ വിൻഡോസിലുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ കീബോർഡിൽ വിൻഡോസ് കീയും വിയും കൂടി പ്രസ് ചെയ്യുക. വിൻഡോസ് കീ ഞെക്കി പിടിച്ച് വി പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പോപ്പപ്പ് വിൻഡോ വരും. കണ്ടല്ലോ, ഇതിനകത്ത് ഇവിടെ ടേൺ ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യുക. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കട്ട് ചെയ്ത് കളയുക, ക്ലോസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ ബ്രൗസറിൽ പോവുകയാണ്. ഇവിടെ നിന്നും ഇത് കോപ്പി ചെയ്തെടുക്കുകയാണ്. Ctrl+C അടിക്കുന്നു, കോപ്പി ചെയ്തു. ഇനി നമ്മളിതേ ഈ ഒരു ടെക്സ്റ്റ് കൂടി, ഈ ഒരു ലിങ്ക് കൂടി നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. Ctrl+C അടിക്കുന്നു, അതും കോപ്പി ചെയ്തു. വേണമെങ്കിൽ നമുക്കിതേ ഈ ഒരു 4 പിക്സൽ മലയാളി എന്നുള്ള അതും കോപ്പി ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഈ 1 2 3 ഇട്ടത് കേട്ടോ. അടുത്തതേ ഇതും കോപ്പി ചെയ്യുന്നു, Ctrl+C അടിക്കുന്നു, ഇതെല്ലാം കോപ്പി ചെയ്തു. ഇപ്പം ഞാൻ ഓൾറെഡി എനിക്കൊന്ന് 3 4 ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്തു. ഇനി നമ്മൾ നേരെ ഫോട്ടോഷോപ്പിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, ഇനി ഒന്നേന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഞാൻ ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും? ഇനി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ലാസ്റ്റ് ഏതാണോ കോപ്പി എടുത്താൽ അത് തന്നെയാണ് ഇവിടെ പേസ്റ്റ് ആവാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് പേസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ നേരത്തെ അടിച്ച Windows+V പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ആ പോപ്പപ്പ് വിൻഡോ വരും. അത് ഇത്തവണ വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടല്ല, അവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ടോ, തൊട്ട് മുമ്പ് എത്ര ടെക്സ്റ്റ് ഫോർമാറ്റുകൾ നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി കൊടുത്തേക്കും. കണ്ടല്ലോ, ഇതിൽ നിന്നും ഏത് വേണോ നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതായത് അതിന് വേറെ ഓപ്ഷനൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുക. എനിക്ക് ആദ്യം കോപ്പി ചെയ്ത 1 പിക്സൽ മലയാളി എന്നുള്ള ഈ ഒരു സംഭവം ഇവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലങ്ങ് ഞെക്കി കൊടുത്താൽ മതി, അതിവിടെ പേസ്റ്റ് ആവും. ഇനി എൻ്റർ അടിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഒന്നുകൂടി ഞാൻ ആ Windows+V പ്രസ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഈ 4 പിക്സൽ മലയാളി വേണമെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ലിങ്കിൻ്റെ പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് അതിവിടെ പേസ്റ്റായി. കണ്ടോ, ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതാണ്. എൻ്റെ അടുത്ത് ഒരാൾ സംശയം ചോദിച്ചത് കൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചത് കേട്ടോ. സിമ്പിൾ ട്രിക്കാണ്. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ.